ലുക്കിലേക്ക് നേരെ പോകാം. സോ ഫസ്റ്റ് തന്നെ പറയാനുള്ള കാര്യം, ഇത് ഭയങ്കര ഒരു സിമ്പിളായിട്ടുള്ള ഒരു ലുക്കാണ് നമ്മൾ നോക്കുന്നത്. കാരണം മറ്റേത് റെഡിക്ക് വരികയാണെങ്കിൽ ഒരു ഹെവി ബ്ലഷും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇതിലങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത്. കുറച്ചുകൂടി നമുക്ക് പുറത്ത് യൂസ് ചെയ്ത് പോകാൻ പറ്റുന്ന, അതായത് ഡെയിലി ബേസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ്. സോ ഫസ്റ്റിന് ഞാനിവിടെ ടോണർ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാക്സിമം ഫേസിൽ നല്ലൊരു സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല രീതിക്ക് നമുക്ക് മോയ്സ്ചറൈസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും അത്യാവശ്യം സ്കിൻ കെയർ ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടോണർ നന്നായിട്ട് സ്പ്രേ ചെയ്തിട്ടുണ്ട്. അത് ഡോട്ട് ആൻഡ് കീൻ്റെ ടോണറാണ്. അത് സ്പ്രേ ചെയ്തതിന് ശേഷം ഞാനിവിടെ ഈ ഒരു നമ്മളെ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈയിടെ ആയിട്ട് എൻ്റെ ഫേസ് കുറച്ച് ഡ്രൈ ആവുന്നുണ്ടായിരുന്നു. പൊതുവേ ഓയിലി സ്കിന്നാണ്, പക്ഷേ ഈയിടെ ആയിട്ട് കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പം ഞാൻ മാക്സിമം അത് മോയ്സ്ചറൈസ് ചെയ്ത് സെറ്റാക്കി എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു സ്നെയിൽ മ്യൂസിനായിട്ടുള്ള ഈ ഒരു കൊറിയൻ ബ്രാൻഡിൻ്റെ ഈ ഒരു സിറം അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് നല്ലോണം മോയ്സ്ചറൈസ് ചെയ്യുന്നൊരു സാധനമാണിത്. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു ഗ്ലോ, ഒരു ഇന്നർ ഗ്ലോ ഒക്കെ കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണിത്. അങ്ങനെ അത് ഞാൻ ഫേസിൽ അത്യാവശ്യം നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മുഖത്ത് വെള്ളം ഒഴിച്ചതുപോലെ ആ ഒരു ഗ്ലോ കാണാൻ പറ്റുമെന്ന് മനസ്സിലാവുന്നുണ്ട്. സോ അങ്ങനെ നമ്മളിത് എഗെയിൻ ഞാൻ ഫാൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ഒന്ന് ഡ്രൈ ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ മേക്കപ്പിലേക്ക് കിടക്കുകയാണ്. സോ ഞാൻ ഫസ്റ്റ് തന്നെ യൂസ് ചെയ്യുന്നത് നമ്മൾ കൺസീലറാണ്. അത് ഞാൻ കണ്ണിൻ്റെ ചുറ്റും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് മേലെയും താഴെയും സൈഡിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം. പിന്നെയും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം എൻ്റെ അത്യാവശ്യം ഡാർക്ക് സർക്കിൾസ് എനിക്കുണ്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ മെല്ലെ മെല്ലെ അപ്ലൈ ചെയ്താൽ മതി. കാരണം കുറച്ചും കൂടെ നാച്ചുറൽ ഫിനിഷും കിട്ടണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോക്കി അപ്ലൈ ചെയ്തിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിന് ശേഷം നമ്മളിവിടെ യൂസ് ചെയ്യുന്നൊരു ടിൻറ്റാണ്. കാരണം നമുക്ക് ഫൗണ്ടേഷനും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യേണ്ട, നമുക്ക് കുറച്ചുകൂടി നാച്ചുറൽ ലുക്ക് നോക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലത്തെ ടിൻറ്റ് യൂസ് ചെയ്താൽ മതി. ടിൻറ്റ് ഞാൻ ഓവറോൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ടിൻറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഫേസിലിങ്ങനെ ഡോട്ടായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് ഈ ടിൻറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഷെയ്ഡിനെക്കാട്ടും ഒരു പിടിക്ക് ഡാർക്കർ ഷെയ്ഡ് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല നാച്ചുറൽ ലുക്ക് കിട്ടും. അങ്ങനെ നമ്മളത് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഈ ഒരു കോമ്പാക്റ്റ് യൂസ് ചെയ്തിട്ട് കോമ്പാക്റ്റ് പൗഡർ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഫേസിൽ, അതായത് നമ്മൾ ആകെ കണ്ണിൻ്റെ ചുറ്റും മാത്രമാണ് ഡാബ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം നമുക്ക് ആ ഒരു ബാക്കി സ്ഥലങ്ങളിൽ ആ ഒരു ഡ്രൈ ആയി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, കുറച്ചൊരു ഷൈനി പോലെ കിടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കണ്ണിൻ്റെ ചുറ്റും ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട് എൻ്റെ ഫേസ് ഇപ്പോൾ. അതുകൊണ്ട് ഞാൻ വേറെ എവിടെയും അപ്ലൈ ചെയ്യുന്നില്ല. അങ്ങനെ നമ്മൾ ജസ്റ്റ് മൂക്കിൻ്റെ സൈഡിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഐ ഷാഡോ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഐ ഷാഡോ പാലറ്റാണ്. ഇതിൽ അത്യാവശ്യം നമുക്ക് വേണ്ട കളേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വെച്ചിട്ട് ഞാനിത് കണ്ണിൻ്റെ മേലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ബേസ് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് നന്നായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യുക, അപ്ലൈ ചെയ്യുക, ബ്ലെൻഡ് ചെയ്യുക, അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ ഇങ്ങനത്തെ മേക്കപ്പ് ലുക്കിലൊക്കെ ഒരു പീച്ചി കളറാണ് ബേസായിട്ട് വരിക. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ അത്യാവശ്യം യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ താഴെ ഞാൻ ഈ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് സെയിം കളറ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ രണ്ട് കണ്ണിലും നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ കുറച്ചും കൂടി ഞാനത് താഴേക്ക് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നു. പെട്ടെന്ന് രാഹുൽ വന്നതാണ് ഞാനിങ്ങനെ എക്സ്പ്രഷൻ ഇട്ട്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഞാൻ ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് ഇതുപോലത്തെ ഒരു ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് കണ്ണിൻ്റെ താഴെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് നമുക്ക് ആ ഒരു ലുക്കിൽ മെയിനായിട്ട് വേണ്ട ഒരു സംഭവമാണല്ലോ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ ഞാൻ ഇത് ഐബ്രോ പൗഡറാണ് ഞാൻ, പക്ഷെ അതെടുത്തിട്ട് കണ്ണിൻ്റെ ഐലൈനർ ഇടുന്ന ഭാഗത്തേക്കായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് ഈ ഒരു ലുക്കിലൊക്കെ വരുമ്പം കുറച്ച് ഇങ്ങനെ ഒരു ഐലൈനറിൻ്റെ ഒരു എഫക്റ്റ് അല്ല, ഐലൈനർ കുറച്ചിങ്ങനെ തിന്നായിട്ട് ഇങ്ങനെ നമ്മൾ സൈഡിൽ ഇങ്ങനെ എഴുതുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഒരു ബേസ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് നൈസായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് താഴേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്.
അങ്ങനെ അതാണത്. പിന്നെ അത് വെച്ചിട്ട് അതേ ബ്രഷ് യൂസ് ചെയ്തിട്ട് തന്നെ നേരത്തെ ആ ഒരു പോർഷനിലും കൂടെ ഞാൻ അപ്ലൈ ചെയ്തു. പിന്നെ ഞാനത് ഫിംഗർ വെച്ചിട്ട് ഇങ്ങനെ നീട്ടിയെടുക്കുന്നുണ്ട് ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, കുറച്ചിങ്ങനെ ഐലൈനർ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ കാജലും യൂസ് ചെയ്യുന്നുണ്ട്, സെയിം ആവശ്യത്തിന് വേണ്ടി ഒരു എഫക്റ്റ്, നമുക്കൊരു ബേസ് കിട്ടാൻ വേണ്ടിയിട്ട്, ഐലൈനർ ഇടാൻ വേണ്ടിയിട്ടുള്ള. അങ്ങനെ അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എഗെയിൻ ബ്രഷ് വെച്ചിട്ട് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ ഐലൈനർ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് യൂസ് ചെയ്തിട്ട് അവരെ പ്രോപ്പർ ഐലൈനർ ഇടുന്ന പോലെയല്ല ഞാൻ ഇട്ടിട്ടുള്ളത്. ഞാൻ അവരെ പ്രോപ്പറായിട്ടുള്ളൊരു ഭയങ്കര ബ്ലഷൊക്കെ യൂസ് ചെയ്തിട്ട്, ഭയങ്കര മേക്കപ്പ് യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു സംഭവം വേറൊരു വീഡിയോ ഞാൻ ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് എവറി ഡേ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ്. ആ ഒരു ലുക്ക് ഞാനിങ്ങനെ ആക്കിയെടുത്തതാണ്. അതുകൊണ്ടാണ് ഞാൻ കണ്ണൊക്കെ പ്രോപ്പറായിട്ട് അതുപോലെ ചെയ്യാത്തത്. നമുക്ക് വേറൊരു വീഡിയോയിൽ കറക്റ്റായിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളത്. നല്ല ബ്ലഷൊക്കെ യൂസ് ചെയ്തിട്ടും നല്ല ഐ മേക്കപ്പൊക്കെ ചെയ്തിട്ട് സെറ്റാക്കാം. സോ ഞാനിവിടെ കാജൽ യൂസ് ചെയ്തിട്ട് കണ്ണിൻ്റെ ഇന്നർ പോയിൻറ്റ്സിലൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു കോമ്പാക്റ്റ് യൂസ് ചെയ്തിട്ട് ആ ഒരു നമ്മൾ ഡാർക്ക് ലൈൻ വരച്ചല്ലോ, അപ്പം ഡാർക്ക് ലൈനും കണ്ണിൻ്റെ ഇടയിലായിട്ടുള്ളൊരു സ്പേസിലുണ്ടല്ലോ, അവിടെ നമുക്ക് ജസ്റ്റ് ഞാൻ കോമ്പാക്റ്റ് വെച്ചിട്ടുണ്ട്. കാരണം അതിനിടയിലൊരു ഡാർക്ക്നെസ് വരാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് കോമ്പാക്റ്റ് യൂസ് ചെയ്യും. ശരിക്കും ഒരു ബേജ് ഷെയ്ഡൊക്കെ ഉള്ള ഐ ഷാഡോ, കുറച്ച് ലൈറ്റർ ഷെയ്ഡുള്ള ഐ ഷാഡോ ആണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷേ എൻ്റെ അടുത്ത് അതുണ്ടായിരുന്നില്ല. അതിനുശേഷം നമ്മൾ ഹൈലൈറ്റർ യൂസ് ചെയ്തിട്ട് ആ ഒരു ഡാർക്ക് ഷെയ്ഡിൻ്റെയും കണ്ണിൻ്റെ ഇടയിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ചായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്, 2 കണ്ണിലും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ അതൊക്കെ നമ്മൾ ഏതാണ്ട് കഴിയാനായിട്ടുണ്ട്. സോ ഞാൻ നമ്മളെ ഈ ഒരു ഹൈലൈറ്റർ യൂസ് ചെയ്തിട്ട് തന്നെയാണ് അത് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒരു ഡാർക്ക് ഷെയ്ഡ് തന്നെ യൂസ് ചെയ്തിട്ട് എഗെയിൻ ആ ഒരു ലൈൻ, നമ്മൾ ആ ഒരു ഹൈലൈറ്റർ ഇട്ടതിന് താഴെ ഒന്നും കൂടെ ഒന്ന് വരയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കോണ്ടോർ ചെയ്യാൻ പോവാണ്, നോസ് കോണ്ടോർ ചെയ്യാൻ പോവാണ്. സോ അത് നമ്മൾ നല്ല രീതിക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ആ ഒരു ഐബ്രോ തൊട്ടിട്ട് നമ്മൾ താഴേക്ക് ചെയ്യണം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ആ ഒരു ഷേപ്പ് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്, കുറച്ചുകൂടി തിന്നാക്കാൻ നോക്കുകയാണ്. അങ്ങനെ അതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നന്നായിട്ട് ഞാനിങ്ങനെ കുറേ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ട്. കാരണം അത്യാവശ്യം ഇവരത് നല്ലോണം കോണ്ടോർ ചെയ്തിട്ടുണ്ട്, നല്ലൊരു സ്ലിം നോസ് ആക്കിയിട്ടാണ് ഇവരെപ്പോഴും ചെയ്യാറ്. അപ്പം നമ്മളങ്ങനെ ചെയ്യാൻ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക, ഒരു ഹാർഷ് ലൈൻസൊക്കെ അവോയ്ഡ് ചെയ്യാൻ നോക്കാം. അങ്ങനെ അതൊക്കെ കഴിയാനായി. പിന്നെന്താ, ഇനി നമുക്ക് നെക്സ്റ്റ് ഈ ഒരു കൺസീലർ വെച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ ആ ഒരു സെൻറ്റർ പോയിന്റിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഒന്നും കൂടെ നമുക്ക് ആ ഒരു തിൻ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അത് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് എഗെയിൻ ഞാൻ കോണ്ടോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നമ്മൾ എനിക്ക് മതിയെന്ന് തോന്നുന്ന വരെ ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കാരണം നല്ല രസമാണ് നമുക്ക് കോണ്ടോർ ചെയ്തിട്ടുള്ള ആ ഒരു നോസ്, ആ ഒരു എഫക്റ്റ് നല്ല രസമായിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ നന്നായിട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ഹൈലൈറ്ററാണ്. നമ്മളെ നോസിലും അതുപോലെ തന്നെ നമുക്ക് കവിളിലും ഒക്കെ യൂസ് ചെയ്യാം. പിന്നെ നോസിൽ സെൻറ്റർ പോയിന്റിൽ യൂസ് ചെയ്തിട്ടുണ്ട്, അതിന് ശേഷം ഞാൻ ഇവിടെ കവിളിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് കണ്ണിൻ്റെ സൈഡിലും, അതായത് ഇന്നർ കോർണറിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് ഭയങ്കര ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഹൈലൈറ്ററൊന്നുമല്ല, കുറച്ച് നമ്മൾ ഹൈലൈറ്റർ ഇട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ളത് പോലെ തന്നെയുള്ള ഹൈലൈറ്ററാണ്. കെ ബ്യൂട്ടീൻ്റെ ആണിത്. അപ്പോൾ അത് നമ്മൾ കണ്ണിൻ്റെ മേലെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓൾസോ ഹൈലൈറ്റർ ഞാൻ കുറച്ച് ഇന്നർ കോർണറിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ അതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ മസ്കാര യൂസ് ചെയ്യണം. അപ്പം ഇവരുടെ ഒരു ഇതെന്ന് വെച്ചാൽ കുറച്ചുകൂടി മസ്കാര യൂസ് ചെയ്യുമ്പം നമ്മളതുപോലെ ഇങ്ങനെ നമുക്കെപ്പോഴും സെപ്പറേറ്റഡ് ആയിട്ടുള്ള ലാഷസ് ആണ് ഇഷ്ടമെങ്കിൽ ഇവർക്ക് കുറച്ചുകൂടി ഇങ്ങനെ കൂട്ടത്തോടെ നിൽക്കുന്ന ഇങ്ങനെ കുറച്ച് പോയിൻറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് ഉണ്ടാവുക ഈ ഒരു ഐലാഷസ്. അപ്പോൾ അതുപോലെ ഞാൻ കൈ വെച്ചിട്ടൊക്കെ ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷേ പിന്നെ എൻ്റെ ഈ മസ്കാര ഏതാണ്ട് കഴിയാനായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ വിചാരിച്ച പോലെ നിൽക്കുന്നുണ്ടായില്ല. അപ്പോൾ നമ്മൾ ഏതാണ്ടൊക്കെ നമ്മൾ നോക്കുകയാണ് എന്താ ചെയ്തതെന്നൊക്കെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ടിൻറ്റ് യൂസ് ചെയ്യുകയാണ്. ഈ ഒരു ഫേസ് ഷോപ്പിൻ്റെ ടിൻറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ചെയ്തില്ലെങ്കിൽ പണി പാടും.
അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു കയ്യിൽ ബ്യൂട്ടി ബ്ലെൻഡറും ഒരു കയ്യിൽ ഇത് അപ്ലൈ ചെയ്യുക, അങ്ങനെയൊക്കെ പെട്ടെന്ന് ചെയ്യേണ്ടി വരും. സോ അങ്ങനെ ഞാൻ അതിന് ശേഷം ഞാൻ ഈ കെ ബ്യൂട്ടീൻ്റെ തന്നെ ബ്ലഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കവളിൽ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഒരു ബ്ലഷി ആയിട്ടുള്ള മേക്കപ്പ് ലുക്ക് ആയിട്ടല്ല ഞാൻ ചെയ്തത്. ഇതൊക്കെ കുറച്ചുകൂടി നമുക്കൊരു നാച്ചുറൽ എഫക്റ്റിലുള്ള രീതിയിൽ തന്നെ ഞാൻ ചെയ്തത്. അപ്പോൾ അതിന് ഞാൻ വേറൊരു വീഡിയോ എന്തായാലും ചെയ്യാം. സോ ഇത് ഞാൻ അത്യാവശ്യം കവളിലും അതുപോലെ തന്നെ മൂക്കിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാണ് നമ്മളെ സംഭവം. ഇനി നമുക്ക് നെക്സ്റ്റ് എഗെയിൻ കൺസീലർ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ലിപ്സ് കുറച്ചുകൂടി എന്താ പറയുക, കുറച്ചും കൂടി ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ലിപ്സാണല്ലോ, നമ്മളെ പോലത്തെ അല്ലല്ലോ. അപ്പം ഞാൻ അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ഞാൻ കൺസീലർ യൂസ് ചെയ്തിട്ട് ലിപ്സിൻ്റെ അതിലൊന്ന് ഡാബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ന്യൂഡാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ സെയിം യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ടിൻറ്റ് യൂസ് ചെയ്തിട്ട്, അത് ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റാണ്, അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഞാൻ ലിപ്സിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡാബ് ചെയ്തിട്ട് കുറച്ചൊരു ആ ഒരു കളർ, ഇവർ യൂസ് ചെയ്യുന്ന ലിപ്സിൻ്റെ ആ ഒരു കളർ ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഡാബ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരാണ്. അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഡാബ് ചെയ്യുക, അപ്ലൈ ചെയ്യുക, ഡാബ് ചെയ്യുക, അങ്ങനെ. അപ്പോൾ അത്യാവശ്യം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് വേറൊരു ലിപ്സ്റ്റിക്കും കൂടെ മിക്സ് ചെയ്യുക. പിന്നെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ലാസ്റ്റ് ഇവിടെ ഫൈനലായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ലിപ് ഗ്ലോസാണ്. മേക്കപ്പ് റെവല്യൂഷൻ്റെ ലിപ് ഗ്ലോസാണ്. ഇത് വെച്ചിട്ട് നന്നായിട്ട് ലിപ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതാണ് നമ്മുടെ ലിപ്സിൻ്റെ കാര്യങ്ങൾ. സോ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.